ഇതാണ് ഞാൻ പറഞ്ഞ ടി വി എസിൻ്റെ പുതിയ ജൂപ്പിറ്റർ 110. 2013 ഈ വാഹനം ലോഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ഫാസ്റ്റായിട്ട് 5 ലക്ഷം കസ്റ്റമേഴ്സിൻ്റെ കയ്യിലെത്തിയ വാഹനമാണ് ജൂപ്പിറ്റർ എന്ന വേരിയൻറ്റ്. ഇപ്പോൾ അവിടെ 2024 എത്തുമ്പോൾ ജൂപ്പിറ്ററിൻ്റെ പല വേരിയൻറ്റ് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് 5 മില്യനാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം ഈ വാഹനത്തിൻ്റെ ഒരു പെർഫോമൻസും. ഈ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് ആവുന്നത് 1,00,000. ഹേ മച്ചാമാരെ, ഗുഡ് ഈവനിങ്. ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു 5 മണി കഴിഞ്ഞു. 11 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പുതിയൊരു ലുക്കിൽ നമ്മുടെ ജൂപ്പിറ്റർ ലോഞ്ചായി കഴിഞ്ഞു. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഞാൻ പറഞ്ഞ ടി വി എസിൻ്റെ പുതിയ ജൂപ്പിറ്റർ 110. ലുക്ക് വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു ഇലക്ട്രിക് വാഹനമായിട്ട് തോന്നുമെങ്കിലും ഇതൊരു പെട്രോൾ എൻജിൻ വാഹനമാണ്. ജൂപ്പിറ്റർ ലോഞ്ച് ചെയ്യുന്നത് 2013 2024 പുതിയ ലുക്കിലാണ് ജൂപ്പിറ്റർ 110 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരുപാടധികം സവിശേഷതകളോടെയാണ് ഇപ്പോൾ അവരുടെ ജൂപ്പിറ്റർ 110 നിരത്തുകളിലേക്ക് എത്തിക്കഴിഞ്ഞത്. 2013 ഈ വാഹനം ലോഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ഫാസ്റ്റായിട്ട് 5 ലക്ഷം കസ്റ്റമേഴ്സിൻ്റെ കയ്യിലെത്തിയ വാഹനമാണ് ജൂപ്പിറ്റർ എന്ന വേരിയൻറ്റ്. ഇപ്പോൾ അവിടെ 2024 എത്തുമ്പോൾ ജൂപ്പിറ്ററിൻ്റെ പല വേരിയൻറ്റ് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് 5 മില്യനാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം ഈ വാഹനത്തിൻ്റെ ഒരു പെർഫോമൻസും ബാക്കിയുള്ള. ഈ വാഹനം ഇപ്പോൾ 7 കളർ വേരിയൻറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ വാഹനത്തിൻ്റെ ഈ ഫ്രണ്ട് ഭാഗത്ത് ഒരു DRL യൂണിറ്റ് കാണാം. ഇത് ധാരാളം LED കൊണ്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന DRL യൂണിറ്റിൽ തന്നെയാണ് ഇൻഡിക്കേറ്റർ ലൈറ്റുകളൊക്കെ വരുന്നത്. പിന്നെ മുന്നിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു ഫ്രണ്ട് ഒരു രസത്തിലാക്കി വെച്ചിട്ടുണ്ട്. സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും TVS ഐഗോ അസിസ്റ്റൻസ് എന്ന് എഴുതിയിട്ടുള്ളൊരു ബാഡ്ജ് കാണാം. ഇപ്പോഴത്തെ ഹൈബ്രിഡ് വാഹനങ്ങളിലെല്ലാം വരുന്ന ഒരു പുതിയൊരു ഫീച്ചറാണ്. അതും നമ്മുടെ ഈ വാഹനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇത് കാരണം ഒരുപാട് മൈലേജ് കിട്ടും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. കൂടുതൽ എളുപ്പത്തിൽ പറഞ്ഞു തരാം. നമ്മളിപ്പം സിഗ്നലിലൊക്കെ നിൽക്കുകയാണെങ്കിൽ വാഹനം താനെ തന്നെ ഓഫ് ആവും. പിന്നെ നമ്മളൊന്ന് ജസ്റ്റ് ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ വാഹനം സ്റ്റാർട്ടാവും. അതാണ് ഈ ഒരു സംഭവം. ഈ വാഹനത്തിന് കമ്പനി അവകാശപ്പെടുന്നത് 65 മൈലേജാണ്. ഈ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് ആവുന്നത് 1,09,000 രൂപയാണ് നോ ഫിറ്റിങ്ങിൽ. ഇതിൽ തന്നെ വേറൊരു വേരിയൻറ്റും കൂടിയുണ്ട്. ഇതിപ്പം ഡ്രം അലോയി വീലാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഡിസ്കും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും 5,000 രൂപ കൂടെ കൂടും. അപ്പോഴത്തേക്കും 1,14,000 രൂപയാണ് ഡ്രം അല്ലാതെ ഡിസ്ക് ബ്രേക്ക് വരുന്ന വാഹനത്തിൻ്റെ വില. വാഹനത്തിൻ്റെ മുന്നിലേക്ക് വരുമ്പോഴത്തേക്കും TVSൻ്റെ ഒരു ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് എന്ന് വെച്ചാൽ LED ഹെഡ് ലാമ്പാണ് വരുന്നത്. ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ജൂപ്പിറ്റർ എന്നുള്ളൊരു ബാഡ്ജ് ഇവിടെ കാണാം. നല്ല ഭംഗിയായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഏകദേശം 33 ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിനുള്ളിൽ വരുന്നത്. നമുക്ക് 2 ഹെൽമെറ്റ് വയ്ക്കാം. ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാലും നല്ല സ്പേസ് ഇതിനകത്തുണ്ട്. പിന്നെ ഈ വരുന്ന ഒരു സീറ്റായാലും നല്ലൊരു ഫാമിലിക്ക് നല്ലതുപോലെ ഇരുന്ന് പോകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സീറ്റാണ്. നല്ല വീതിയുണ്ട്. പിന്നെ ഈ സൈഡിലും ജൂപ്പിറ്റർ എന്നുള്ളൊരു ബാഡ്ജും കാണാം. ഇനി നമുക്ക് പുറകിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു സ്റ്റോക്ക് ലാമ്പ് കാണാം. ഇതിൽ തന്നെയാണ് ബ്രേക്ക് ലൈറ്റും വരുന്നതും ഇൻഡിക്കേറ്ററും വരുന്നത്. ഒരു LED സ്ട്രിപ്പ് പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റിലാണ് ഈ സൈഡൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു കാഴ്ചക്കാരന് നല്ലൊരു ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പിയാനോ ബ്ലാക്കും ഈ ഒരു കളറും ശരിക്കും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. മുന്നിലേക്ക് വരുമ്പോഴാണ് കൺട്രോളിങ്ങും കമാൻഡിങ്ങും ഏരിയ വരുന്നത്. ഈ സൈഡിലാണ് അതിൻ്റെ താക്കോല് കീ വരുന്നത്. പിന്നെ പുഷ് ചെയ്ത് റൈറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ടാങ്ക് ഓപ്പൺ ആവുന്നതാണ്. ടാങ്കും ഫ്രണ്ടിലാണ് വരുന്നത്. ടാങ്കിൻ്റെ നോബ് കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്താണ് ഇതിൻ്റെ ടാങ്ക് വരുന്നത്. പിന്നെ ഈ ഫ്രണ്ട് സൈഡിൽ തന്നെ ഒരു ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. അതും നല്ലൊരു അത്യാവശ്യം കാര്യം തന്നെയാണ്. ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. നമുക്ക് ഫോണൊക്കെ ആണെങ്കിലും എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു സ്പേസ്. ഈ ഭാഗം ഫുള്ളി ഡിജിറ്റലാണ്. നമുക്ക് ചാവി ഓണാക്കുമ്പോൾ തന്നെ കാണാം ഫുള്ളി ഡിജിറ്റലായിട്ടുള്ളൊരു ഭാഗമാണ്. സ്ക്രീനിൽ തന്നെ കാണിക്കുന്നുണ്ട് ഹലോ റൈഡർ. പിന്നെ ആ മുകളിൽ തന്നെ ഒരു ഹെൽമെറ്റിൻ്റെ സിമ്പൽ കാണിക്കുന്നുണ്ട്. ഹെൽമെറ്റ് വെക്കാൻ വേണ്ടിയാണ് കാണിക്കുന്നത്. സൈഡിൽ തന്നെ മൈലേജ് കാണിക്കുന്നുണ്ട്, സ്പീഡ് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കിലോമീറ്റർ എത്രയാണ് ഓടുന്നത് എന്ന് കാണിക്കുന്നുണ്ട്. തൊട്ട് താഴെ ഫ്യൂവലിൻ്റെ അളവും കാണിക്കുന്നുണ്ട്. ഈ കാണുന്ന സ്വിച്ചാണ് ഐഗോ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം. ഈ സംഭവം ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഈ സ്ക്രീനിൽ തന്നെ ഒരു റൗണ്ടായി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം നിൽക്കുകയാണെങ്കിൽ താനെ ഈ ഒരു വാഹനം ഓഫാവും. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ കൊടുത്തു കഴിഞ്ഞാൽ വാഹനം സ്റ്റാർട്ടാവുന്നതാണ്. ഈ തൊട്ട് താഴെ കാണുന്നതാണ് നമ്മുടെ സ്റ്റാർട്ടിങ്ങിനുള്ള സ്വിച്ച്. പിന്നെ ഈ സൈഡിലേക്ക് കാണുമ്പോൾ ഒരു
ഹോണുണ്ട്, പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചുണ്ട്, തൊട്ട് മേളിലായിട്ട് ബ്രൈറ്റും ഡിമ്മും അടിക്കുന്ന ഒരു സ്വിച്ചുണ്ട്, പിന്നെ ഒരു പാസും ആയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ താഴേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ചെറിയൊരു ഹോൾഡിങ് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ തൂക്കിയിടാൻ പറ്റുന്ന രീതിയിലൊരു ചെറിയൊരു സംഭവം. അത് ഭയങ്കര വെയിറ്റുള്ള സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഇത് പൊട്ടി പോവും. ജൂപ്പിറ്റർ 125 വന്ന ഒരു സംഭവം ഇതിൻ്റെ അകത്ത് വന്നിട്ടില്ല കേട്ടോ. നമ്മുടെ ഈ സ്റ്റാൻഡ് ഇരുന്ന് കഴിഞ്ഞാൽ വാഹനം സ്റ്റാർട്ടാവുകയില്ല. ഇതിപ്പം എന്തായാലും വാഹനം സ്റ്റാർട്ടാവുന്നുണ്ട്. ഇപ്പം ഞാൻ ഇതിൽ ഞെക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് വാഹനം സ്റ്റാർട്ടാവുന്നുണ്ട്. കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം സ്റ്റാർട്ടാവുന്നതാണ്. അപ്പം സ്റ്റാൻഡ് ഇരുന്നാലും വാഹനം സ്റ്റാർട്ടാവുന്നുണ്ട്. ഇപ്പോൾ വാഹനം സ്റ്റാർട്ടായി കഴിഞ്ഞിട്ടുള്ള ആ ഒരു സൗണ്ടാണ് ഈ കേൾക്കുന്നത്. നമ്മൾ കൈ കൊടുത്തു കഴിഞ്ഞാലുള്ള സൗണ്ട് എങ്ങനെയാണെന്ന് കൂടെ കേട്ട് കൊടുക്കണം. അത്യാവശ്യം നല്ലൊരു സൗണ്ട് തന്നെ. ഇതിലൊരു ചെറിയ പ്രത്യേകത കൂടിയുണ്ട്. നമ്മളിപ്പം വാഹനം നിർത്തി എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവുകയാണ്, ചാവി എടുത്ത് പോയാലും ഈ വാഹനം ലൈറ്റ് ഇട്ടിരിക്കുകയാണെങ്കിൽ നമ്മളെ ഈ ഒരു വാഹനം ഇരുട്ടത്താക്കത്തില്ല. ഈ ഒരു ബൈക്ക് കൊണ്ട് നമ്മൾ രാത്രി എവിടെയെങ്കിലും സഞ്ചരിച്ച് നമ്മളെ ഫ്ലാറ്റിലോ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി ഇറങ്ങുകയാണെങ്കിൽ ഇതിൻ്റെ അത് ചെറിയൊരു സവിശേഷത കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം വാഹനം ഓഫ് ചെയ്ത് ഇറങ്ങുകയാണെങ്കിൽ ഫോളോ മീ എന്ന് പറഞ്ഞൊരു പുതിയൊരു ടെക്നോളജി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ ലൈറ്റ് കുറച്ച് നേരത്തേക്ക് ഓണായിരിക്കും, നമ്മളങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും താനേ ഓഫാകും. ഏതാണ്ട് ഒരു 5 സെക്കൻഡോ അല്ലെങ്കിൽ 10 സെക്കൻഡ് ആയിരിക്കണം ഇതിൻ്റെ ഒരു സമയം. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ വാഹനത്തിന് ഇപ്പോൾ ഓൺ റോഡ് പ്രൈസ് എന്ന് വെച്ചാൽ 1,09,000 രൂപയാണ്. അലായി ഡ്രം ബ്രേക്കിനാണ് ഈ ഒരു വില. നമ്മുടെ വാഹനവും അലായി ഡ്രം ബ്രേക്കാണ്. വാഹനത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ അടുത്തുള്ള ഷോറൂമായിട്ട് ബന്ധപ്പെടുക. നിങ്ങൾക്ക് വാഹനം എപ്പോൾ കിട്ടുമെന്നും അതിൻ്റെ ഓഫർ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ജസ്റ്റ് ഞാൻ വാഹനം എടുത്ത ഷോറൂമിൻ്റെ നമ്പർ താഴെ കൊടുത്തിരിക്കാം. ജസ്റ്റ് ഒന്ന് വിളിച്ച് തിരക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അങ്ങനെ ഒരു നല്ലൊരു ദിവസം ഇവിടെ അവസാനിക്കുന്നു. നാളെയും നല്ലൊരു ദിവസം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇറ്റ്സ് മീ ഷംനാ ഷാജി സൈനിങ് ഔട്ട്.